ഹലോ ഹായ്, ഞങ്ങൾ തായ്ലാൻഡിൽ ട്രിപ്പ് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഈ കാണുന്നത് ഞാനും മമ്മിയും ഡാഡിയും ചേട്ടനും എൻ്റെ ഏട്ടൻ്റെ മോനുമാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തായ്ലാൻഡിലെത്തി. തായ്ലാൻഡിൽ ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു കാഴ്ചകളൊന്നുമില്ല, കുറേ കുഞ്ഞു കുഞ്ഞു കടകളും കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളുമാണ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനുള്ളത് ബോട്ടിങ്ങിലെ യാത്രയാണ്. അത് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പുലിയുടെ മടയിലേക്കാണ്, ടൈഗർ പാർക്കിലേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് പുലികളുണ്ട്. ചെറുതുടങ്ങിയ വലുതൊരു ഒരുപാട് പുലികളുണ്ട്. നമ്മുടെ നാട്ടിൽ പട്ടികളെ വളർത്തുന്ന പോലെ അവരവിടെ പുലികളെ വളർത്തുന്നത്. അവിടെ കയറുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും സൈൻ ചെയ്ത് കൊടുക്കണം. അവിടെ കയറി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് ആ പുലിയെടുത്ത് നിൽക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, പുലിയെ തൊടാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. കയറിയപ്പോൾ നമുക്കെല്ലാം പേടിയായിരുന്നു, നെഞ്ചെല്ലാം പടപെടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിലും ഈ പുലി എപ്പം മേത്തോട്ട് ചാടും എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. എത്രയും വേഗം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇറങ്ങണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പട്ടായ വരെ പോയിട്ട് ടൈഗർ പാർക്കിൽ കയറി ഫോട്ടോ എടുക്കാതിരിക്കാൻ എങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കയറി ധൈര്യം വെച്ച് പോയി ഫോട്ടോസ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം പോയിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം പോയത് പട്ടായ സിറ്റിയിലേക്കാണ്. പട്ടായ സിറ്റിയിൽ അവിടെ മെയിൻ ടൂറിസ്റ്റ് ഏരിയ ആണ് കോറൽ ഐലൻഡ്. കോറൽ ഐലൻഡിൽ കുറേ വാട്ടർ ഗെയിംസ് ആണുള്ളത്. അവിടെ പോകുന്നത് കടലിലൂടെയാണ്, കടലിൽ സ്പീഡ് ബോട്ടിലൂടെ പോകുന്നത്. സ്പീഡ് ബോട്ടിലെ യാത്ര അടിപൊളിയായിരുന്നു. അത് ആർക്കും ഇഷ്ടപ്പെടും, സൂപ്പറാണ്. കാരണം ആ സ്പീഡിൽ കടലിൽ തിരമാല അടിച്ചടിച്ച് പോകുമ്പോഴത്തേനും നമ്മളെല്ലാവരും തെറിച്ച് പോകും. പിടിക്കാതെ നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്ന് തെറിച്ച് താഴെ വീഴുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഈ കടൽ ചുരുക്കും ഈ കാറ്റും ഈ സ്പീഡിലെ പോക്കും കാരണം തലേക്കാ മന്നിച്ചിരിക്കും. കുറേ പേരൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കൊരു കുഴപ്പമുണ്ടായില്ല, കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. മോളും ആൽഫീസും അടിപൊളിയായിട്ട് ഇത് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് കടലിനടുക്കുള്ള ഒരു ഐലൻഡ് പോലെ അവർ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്താണ്. അവിടെ കയറി നിന്ന് അവിടെ ഒരുപാട് നമുക്ക് വാട്ടർ ഗെയിംസ് ആണുള്ളത്. ബനാന റൈഡ് ഉണ്ടായിരുന്നു, സ്പീഡ് ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു, പാരഷൂട്ട് റൈഡ് ഉണ്ടായിരുന്നു, പിന്നെ അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ്. പിന്നെ പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പോലെ ധൈര്യമുള്ളൊരു ധൈര്യശാലി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അത് വേറെ ആരുമില്ല, എൻ്റെ മോള്. അവൾക്ക് പാരഷൂട്ട് കയറിയേ പറ്റുള്ളൂ. എത്ര പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞാലും അവൾക്ക് പാരഷൂട്ട് കയറിയേ പറ്റുള്ളൂ. അവസാനം പാരഷൂട്ട് കയറി. അവളാണ് പോകുന്നത്. അവൾ പോകുന്ന പോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് തുണിയെല്ലാം അഴയിൽ ഉണക്കാൻ വേണ്ടി വിരിച്ചിടുന്നത് പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ അവിടെ വന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ കുട്ടി പാരഷൂട്ട് യാത്ര ചെയ്തത് മോളാണ്. കണ്ടെന്ന് എല്ലാവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമായി. അവളാണെങ്കിൽ ആ പാരഷൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഏതാണ്ട് സൈക്കിളിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഒരു കുലുക്കൂല ഭയങ്കര ചിരിച്ചിറങ്ങി വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നൈറ്റ് മാർക്കറ്റിൽ പോയി. നൈറ്റ് മാർക്കറ്റിൽ നിന്ന് മുതലേ മുയലിറച്ചിയൊക്കെ എന്നെ പറ്റിച്ച് ഡാഡി തെറ്റിക്കുന്നതാണ് നിങ്ങളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് അൽക്രൂസ ഷോ എന്ന് പറഞ്ഞൊരു ഡാൻസ് ഷോ ഉണ്ട്. അത് അവരുടെ അവിടുത്തെ ഒരു മിക്ക സ്ഥലത്തുള്ള ഷോ ആണ്. ആ ഡാൻസ് ഷോ നമ്മുടെ ഇവിടെ തിയേറ്ററിൽ നിന്ന് കാണുന്ന പോലെയാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ഡൈനോസർ പാർക്കിലാണ് പോയത്. അവിടെ വെച്ച് ഒരുപാട് ഗാർഡൻ പാർക്ക് ഉണ്ട്. പിന്നെ എലിഫൻറ്റ് ഉണ്ടായിരുന്നു, ആ എലിഫൻറ്റ് ഷോസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എലിഫൻറ്റ് ഷോ ആണിത്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ആനേനെ പോലെയൊന്നുമല്ല, അവിടുത്തെ ആനയെല്ലാം ഡാൻസിങ് ആനയാണ്. ഡാൻസ് കളിക്കുന്നു, അവർ പറയുന്നത് ചെയ്യുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനയാണ്. ആർക്കും ഒരു പേടിയില്ല. ആന വരുന്നു, തുമ്പിക്കൈ നീട്ടുന്നു, തിന്നാൻ മേടിച്ച് കൊടുക്കുന്നു, ആൾക്കാരെ പഴം കൊടുക്കുന്നു. അതൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നു. നമുക്ക് അവിടെ വെച്ച് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എന്ത് വേണമെങ്കിലും ചെയ്യാം, ആനപ്പുറത്ത് കയറൊക്കെ ചെയ്യാം. അതെല്ലാം കഴിഞ്ഞ് അവിടെ ഡൈനോസറിൻ്റെ പാർക്കുണ്ട്. അതായത് നമ്മുടെ ഡിനോസർ ഫിലിം ഷൂട്ട് ചെയ്ത പാർക്കാണത്. അവിടെ ഒരുപാട് ഇങ്ങനെ അവിടുത്തെ വണ്ടിയിൽ നമ്മൾ ആ ഗാർഡൻ ഫുള്ളും ചുറ്റിക്കറങ്ങി, കിലോമീറ്റേഴ്സോളം ഉണ്ട്, അത് ഫുള്ളും ചുറ്റിക്കറങ്ങി കാണിക്കും. അതെല്ലാം കഴിഞ്ഞ് കുറേ ഫ്ലവർ ഗാർഡൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തിയേറ്ററുകൾ പോലെ ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം ചെറിയ ചെറിയ ഷോസ് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ എലിഫൻറ്റ് ഷോ ഉണ്ടായിരുന്നു, മങ്കി ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോസുകളുണ്ട്. ആ ഷോ എല്ലാം കണ്ട് അവിടുത്തെ എല്ലാം കണ്ട് എൻജോയ് ചെയ്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് സ്റ്റാച്യു ഓഫ് ട്രൂത്ത് എന്ന സ്ഥലത്ത്. അവിടുത്തെ പുറത്ത് എൻട്രൻസിൻ്റെ അവിടെയുള്ള മീൻ കിടക്കുന്ന ഒരു ചെറിയൊരു കുളത്തിലാണ്. അതാണ് ആ മീൻ ആ പൂളിൽ കൈയിട്ട് മീനത്തൊട്ട് കളിക്കായിരുന്നു. ഇതാണ് അവിടുത്തെ സ്റ്റാച്യു ഓഫ് ട്രൂത്ത്. ഇത് ഒരു കടലിൻ്റെ ഒരു ഭാഗത്താണ്. നമ്മളവിടേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി നടക്കണം. അതിൻ്റെ ഉള്ളിൽ പണി തീരാത്ത ഒരു ബിൽഡിങ്ങാണ്. മരം വെച്ചിട്ടാണ് ഫുള്ളും പണിയുന്നത്. ഇത് ഞാനൊരു കൗതുകം കൊണ്ടെടുത്തതാണ്. അവിടുത്തെ പഴമാണ് കാണുന്നത്. പഴക്കൊലയുടെ നീളം കണ്ടില്ലേ? ഇത് ടെമ്പിളാണ്, ഗോൾഡൻ ടെമ്പിളാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് നമ്മുടെ ബുദ്ധയുണ്ട്. അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നൈറ്റ് മാർക്കറ്റിലേക്കാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അടുത്തുള്ള നൈറ്റ് മാർക്കറ്റിലാണ് ഞങ്ങൾ പോയത്. പിറ്റേ ദിവസം ഞങ്ങൾ സഫാരി വേൾഡ് എന്ന സ്ഥലത്താണ് പോയത്. സഫാരി വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരുപാട് മൃഗങ്ങളെയും വൈൽഡ് ആനിമൽസിനും എല്ലാം വളർത്തുന്ന സ്ഥലമാണ്. അത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഞാൻ ഒരുപാട് വൈൽഡ് ആനിമൽസ്, കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരുപാട് കണ്ടു. ഞാൻ നേരിട്ട് ആകെ ആനേനെയും നമ്മുടെ നാട്ടിലെ കൂടെ നമ്മുടെ ഇവിടത്തേക്ക് സൂവിലൊക്കെ കൂടിപ്പോയ ആന ഉണ്ടാവും, കരടി ഉണ്ടാവും, അതല്ലാതെ കൂടുതൽ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എല്ലാ തരത്തിലുള്ള വൈൽഡ് ആനിമൽസ് ഉണ്ട്.
അതെല്ലാം ഓടി നടന്നാണ് കണ്ടത്. അതിൻ്റെ ഇടയിലൂടെ അവിടെ ഇവിടെയായിട്ട് ഓരോ സ്ഥലത്ത് ഓരോ മൃഗങ്ങളെയൊക്കെ കൊണ്ടുള്ള ഷോസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പാലം കണ്ടപ്പോൾ ധാനി മോള് കുതിര ചാടണമല്ലോ, ആ പാലം കിടന്ന് ആട്ടി ആട്ടി കളിക്കണമായിരുന്നു. ഞങ്ങളെല്ലാവരും തെറിച്ച് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് ഡോൾഫിൻ ഷോ ആണ്. അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹമുള്ള ഷോ ആയിരുന്നു ഡോൾഫിൻ ഷോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡോൾഫിൻ ഷോ ഇത്ര അടുത്തിരുന്ന് കാണുന്നത്. ഡോൾഫിൻ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ധാനി മോള് നോക്കിയിരിക്കുക, ഇപ്പോൾ വരും എപ്പോൾ വരും എന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന ഇരിപ്പാണ് നിങ്ങളാണ് കാണുന്നത്. എല്ലാവരും ക്ഷമ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡോൾഫിൻ എത്തി. ഡോൾഫിൻ ഷോ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അത് കുറച്ച് അധികം നേരം ഉണ്ടായിരുന്നു. അത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഡോൾഫിൻസ് ബോൾ തട്ടി കളിക്കുന്നു, അത് പൊങ്ങുന്നു, ചാടുന്നു, വീണ്ടും വെള്ളത്തിൽ വന്ന് ചാടി വീഴുന്നു. അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ആളുകളിൽ നിന്നും ഒരാൾക്കാർ വന്ന് ഫീഡ് ചെയ്യിപ്പിക്കുന്നു. അതെല്ലാം ചെയ്യുന്നതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്. പക്ഷേ സൂപ്പർ അടിപൊളിയാണ്. ഞങ്ങൾക്കതൊന്നും ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഓട്ടപ്പാച്ചിൽ പോലെ കണ്ടത്. അതായത് ടൈമില്ല, റഷാണ്, ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഈ സഫാരി വേൾഡ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ കുട്ടികൾക്ക് ടൂർ വരുന്ന സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ സഫാരി വേൾഡ്. നമ്മുടെ ഇവിടെയൊന്നും ഇങ്ങനത്തെ സൂ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ സഫാരി വേൾഡ് തായ്ലാൻഡിൽ പോയത് വെച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. അല്ല, ഡോൾഫിൻ ഷോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഷോ ആയിരുന്നു. ഇതുകൂടാതെ വേറൊരു ഷോ ഉണ്ടായിരുന്നു, സ്റ്റൺ ഷോ. അതും അടിപൊളിയായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ സ്റ്റണ്ട്, ഇടി ചവിട്ട് കുത്തൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ സ്പീഡ് ബോട്ടിൽ കൊണ്ടുവന്ന് സ്പീഡിൽ വെള്ളമൊക്കെ തെറിപ്പിച്ച് നമ്മുടെ മേത്തൊക്കെ ഇടുമ്പോൾ അത് കാണാൻ അടിപൊളി. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പറയില്ലേ, ഈ പറഞ്ഞ ഭയങ്കര റഷായിരുന്നു. അങ്ങോട്ട് ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. ഓടി നടന്നാണ് ഈ എല്ലാ കാഴ്ചകളും നമുക്ക് കണ്ടത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഇതിൻ്റെ അകത്ത് തന്നെയുള്ള മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലമാണ്. അത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ കാട് പോലെ, അത് ഫോറസ്റ്റ് പോലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ മൃഗങ്ങളെ തുറന്നിട്ട് വളർത്തുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് നടന്നു പോകാൻ നമുക്ക് അലോഡല്ല. വണ്ടി ബൈ ബസ് നമ്മൾ വന്ന വണ്ടി ഏതാണോ ആ വണ്ടിക്ക് അലോഡ് കൊടുക്കുക അവർ. ആ വണ്ടിയിൽ തന്നെ ആ ബസ്സിൽ ഫുൾ നമ്മൾ ആ കാട്ടിൻ്റെ നടുക്ക് റോഡുണ്ട്. ആ റോട്ടിൽ കൂടി ഇങ്ങനെ പയ്യെ ബസ്സുകാർ പോകുള്ളൂ. കാരണം ഓരോ മൃഗങ്ങളെ കാണുമ്പോഴും അവരവിടെ ചവിട്ടി നിർത്തും. മൃഗങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് വരും. അടുത്തൊന്നും നമുക്ക് കാണാൻ പറ്റും. എല്ലാ തരത്തിലുള്ള സീബ്ര, ജിറാഫ്, ലയൺ, അങ്ങനെ ഒരുപാട് പല ടൈപ്പുള്ള വെറൈറ്റീസ്, കങ്കാരു, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ തൊട്ടടുത്ത് കാണാൻ പറ്റി. കുട്ടികൾക്ക് ഇത് മാക്സിമം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വലിയവർക്കും ഈ പറഞ്ഞ പോലെ കൗതുക കാഴ്ചയാണ്. ഇങ്ങനെയുള്ള വലിയ കാട്ടിലെ മൃഗങ്ങളൊന്നും നമ്മൾ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. നമുക്ക് ഈ കാണുന്ന ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ബസ്സിൻ്റെ മിററാണ് ഈ കാണുന്നത്. ആ ചില്ലിലൂടെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വണ്ടി വളരെ പയ്യെ പോകുള്ളൂ, ഭയങ്കര സ്പീഡിലൊന്നും പോകില്ല. അങ്ങനെ ഏക്കറങ്ങുന്ന സ്ഥലങ്ങളിലൂടെ ഒരുപാട് ഇങ്ങനെ പയ്യെ യാത്ര ചെയ്ത് കുറേ കിളികൾ, കൊക്കുണ്ട്, പല വെറൈറ്റീസ് ഓഫ് കൊക്കുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന കൊക്കൊന്നുമല്ല, പല ടൈപ്പ് കൊക്കുകളുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട നദാനി മോളും അൽഫിയസിനും ഒരുപാട് ഇഷ്ടമായി. കാരണം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളിൽ ഒന്നാണ് മൃഗങ്ങളെ കാണുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. മാനും ഈ പറഞ്ഞ പോലെ ആനയും അല്ലാതെ മറ്റുള്ള മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ അവിടെ നമുക്ക് ഇഷ്ടം പോലെ കാട്ടിലെ മൃഗങ്ങളെ എല്ലാത്തിനെയും നമുക്ക് കാണാം. സിംഹത്തിനെയും, പുലിനെയും, കരടീനെയും, കാട്ടുപോത്തിനെയും, ഈ പറഞ്ഞ പന്നീനെയും, അങ്ങനെ എല്ലാത്തിനും, കാട്ടുപന്നി, അങ്ങനെ എല്ലാ തരം വൈൽഡ് ആനിമൽസിനെയും നമുക്കവിടെ കാണാൻ പറ്റും. അതെല്ലാം കണ്ട് ഞങ്ങളുടെ ലാസ്റ്റ് ഇത് സീബ്രയാണ് വരുന്നത്. കണ്ട സീബ്രേനൊക്കെ എന്ത് തൊട്ടടുത്ത് കണ്ടേക്കണേന്ന് നോക്കി. ചിലർക്ക് നമുക്ക് ഇതിൻ്റെ ചില സൈഡിൽ നമുക്ക് ഇതുങ്ങൾക്ക് ഫീഡ് ചെയ്യിപ്പിക്കാനുണ്ട്. അത് അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് ഫീഡിങ്ങിനുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൃഗങ്ങൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞു. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, തായ്ലാൻഡിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. ഇവിടുന്ന് ഡയറക്റ്റ് നേരെ എയർപോർട്ടിലേക്കാണ്. കാരണം ഈ സഫാരി വേൾഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ കാഴ്ചകളൊന്നുമല്ല അതിൻ്റെ അകത്ത്. എനിക്ക് തോന്നുന്ന ഒരു ദിവസം ഫുള്ളും വേണ്ടി വരും. ഞങ്ങളൊരു ഉച്ചക്ക് ഒരു 3 മണി 4 മണിയോടെ ഞങ്ങളുടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പം അതിനു വേണ്ടി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു പുലിയാണ് നടന്നു പോകുന്നത്, കണ്ടില്ലേ? തൊട്ടടുത്ത് നമ്മുടെ ബസ്സിൻ്റെ തൊട്ടടുത്ത് കൂടെയാണ് നടന്നു പോകുന്നത്. നമുക്കെല്ലാം നല്ല വൃത്തിയായിട്ട് അവർ നിർത്തി സമയമെടുത്ത് കാണിച്ചു തരും. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ അലൗഡല്ല. അതെനിക്ക് തോന്നുന്ന ഇവിടെയുള്ള ആൾക്കാർ അവർക്ക് കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്, അവർ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ആൾക്കാർ ഫുഡ് കൊടുക്കുന്നുണ്ട്, അവർക്ക് അലൗഡാണ്. നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകൾക്ക് അത് അലൗഡല്ല. എങ്കിൽ പോലും കണ്ടോ, ഇത്ര തൊട്ടടുത്ത് നമ്മളെല്ലാം കാണുന്നത്. കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് പോകാം.
അങ്ങനെ സഫാരി വേൾഡിലെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ തായ്ലാൻഡിനോട് ടാറ്റ പറഞ്ഞ് തിരിച്ച് എയർപോർട്ടിലെത്തിക്കായിരുന്നു. തായ്ലാൻഡ് എയർപോർട്ടിലാണ്. അപ്പോൾ തായ്ലാൻഡിൽ 4-5 ദിവസം അടിപൊളിയായിരുന്നു. സേവിങ്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഏജൻസി വഴിയാണ് ഞങ്ങൾ പാക്കേജ് എടുത്ത് പോയത്. അവരുടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ വെക്കേഷൻ നിങ്ങളെല്ലാവരും തായ്ലാൻഡ് ട്രിപ്പ് പോകില്ലേ?